അന്ന് ഇ.കെ. നായനാർ ഒരു പ്രഖ്യാപനം നടത്തി. യുവജന സംഘടനയോട് ഇ.കെ. നായനാർ പറഞ്ഞു, എല്ലാ മേഖലയിലും ഒരു യൂണിറ്റ് രൂപീകരിച്ച് രാത്രികാലങ്ങളിൽ ഒരു സ്ക്വാഡ് രൂപീകരിച്ച് യുവജന സംഘടന അതിനിറങ്ങിത്തിരിച്ചു. അങ്ങനെ പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കുന്നവരെ പിടികൂടാൻ തീരുമാനിച്ചു. അങ്ങനെ പോലീസും അലേർട്ട് ആയി. ഇതിൽ ഏറ്റവും വലിയ കഥ, രാത്രികാലങ്ങളിൽ പെട്രോളിങ്ങിനിറങ്ങിയിരുന്ന പോലീസ് വരെ തൻ്റെ ഭാര്യമാരെ കൂടെ കൂട്ടുകയോ അടുത്തുള്ള റിലേറ്റീവ്സിൻ്റെ അടുത്ത് ഏൽപ്പിക്കുകയോ ചെയ്തിരുന്നു. കാരണം വീട്ടിൽ തനിച്ചാക്കാൻ പേടിച്ചിട്ട്. പിന്നീട് ചന്ദ്രൻ നടത്തിയ കൊലപാതകം കോഴിക്കോടും കണ്ണൂരുമായിരുന്നു. കണ്ണൂർ ജില്ലകളിൽ വ്യാപകമായ തിരച്ചിൽ നടക്കുന്നു. ഇതിനിടയിൽ വയനാട് പോയി ചന്ദ്രൻ കൊലപാതകം നടത്തി. എല്ലാവർക്കും വ്യാപകമായ ഭയം. അങ്ങനെ ചന്ദ്രന്റെ കൊലപാതകം 12 എണ്ണമായി. രാത്രികാലങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നവരെ പിടികൂടുക എന്ന നിർദ്ദേശമനുസരിച്ച് ബസ്സിൽ സഞ്ചരിച്ചിരുന്ന കുറച്ച് ചെറുപ്പക്കാരെ പോലീസ് പിടികൂടിയിരുന്നു. 16 പേരുണ്ടായിരുന്നു അവർ. ഇവരെ പോലീസ് കൊണ്ടുവന്നത് തളിപ്പറമ്പ് സ്റ്റേഷനിലായിരുന്നു. അങ്ങനെ സെല്ലിലടച്ച ഇവരുടെ ഫിംഗർ പ്രിന്റ്സ് ഫോറൻസിക്കിനെ വിളിച്ച് ശേഖരിച്ചു. ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ഇവരെ വിട്ടയക്കാതെ സെല്ലിലിടുകയായിരുന്നു.